Hello, hi dear friends, welcome to yet another session of Mission Banker. Yes. അപ്പോൾ മിഷൻ ബാങ്കറിനെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഏത് ടോപ്പിക്കായിരുന്നു? വെർബ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് വെർബ് എന്നുള്ള ആ ഒരു വലിയ ചാപ്റ്ററിനെ നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 4 പാർട്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ആ 4 പാർട്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ടെൻസസ് എന്നുള്ള ആ ഒരു പാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ 12ഓളം ടെൻസസ് പഠിച്ചായിരുന്നു. ആ 12ഓളം ടെൻസസും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ടെൻസസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് പേടി തോന്നണ അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ ഗ്രാമർ പാർട്ടിൽ തന്നെ കുറേ പേർക്കെങ്കിലും കുറച്ച് ടഫായി ഫീൽ ചെയ്യണ ഒരു ഏരിയയാണ് ഈ ടെൻസസ്. അപ്പോൾ ആ ഒരു ടഫ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം പ്യോർലി ബേസ്ഡ് ഓൺ ടെൻസസ് ആയിരുന്നു അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ ടെൻസസിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് വെർബ് നമുക്കറിയാം. ടെൻസസിൽ നമുക്ക് ടെൻസസ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്കതിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടെൻസസിൽ നമ്മൾ നമ്മുടെ ആ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തപ്പം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു ചാപ്റ്ററിലെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും അതേപോലെ ടെൻസസും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ സാധാരണ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സെഷനിലേക്ക് പോകും. പക്ഷേ ടെൻസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ടും കുറേ പേർക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയ അല്ലെങ്കിൽ കുറച്ച് ടഫായി ഫീൽ ചെയ്യണ ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2 സെപ്പറേറ്റ് സെഷൻസ്, അതായത് എക്സ്ക്ലൂസീവ്ലി ടെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും അതേപോലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ടെൻസസും ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് നോക്കി തുടങ്ങാം അല്ലേ? നമ്മുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ടെൻസസും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ രണ്ടും കൂടെ അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഓക്കെ. നെയ്തർ വേണ്ട, either of the four sister നമ്മൾ പറയുമ്പം എന്ത് പറയാം? will either of the 4 sister will travel to Dubai. Will travel to Dubai next week at this time. Okay, നോക്കിക്കോളൂ. either of the four sister will travel to Dubai next week at this time. ഈ ഒരു സമയം, അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് 4 പേരിൽ ഏതോ ഒരു സിസ്റ്റർ എന്താണ് ദുബൈയിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു ട്രാവൽ ചെയ്യാന്നുള്ളത് ഒരു മൊമെൻ്ററി ആക്ഷൻ അല്ല. ട്രാവൽ ചെയ്യാന്നുള്ളത് ഒരിക്കലും ഒരു മൊമെൻ്ററി ആക്ഷൻ അല്ല.
അതെന്താണ്? അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം കോണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. നമ്മളിപ്പോൾ ഞാൻ ഇപ്പം എന്താ പറയുക, കൊച്ചിയിൽ നിന്ന് ഞാൻ തൃശ്ശൂരിലേക്ക് ഞാൻ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ആ ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ആ ഒരു മിനിറ്റിൽ നടക്കുന്ന കാര്യമല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. ഒരു യാത്ര പോവുക അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതൊരു കോണ്ടിന്യൂസ് ആയ ഒരു ആക്ഷനാണ്. അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യമാണ്. അറ്റ് ദിസ് ടൈം, ഈ ഒരു സമയത്ത്, അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് 4 സിസ്റ്റേഴ്സിൽ ആരോ ഒരാൾ എന്ത് ചെയ്യുമായിരിക്കും? ദുബായിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? നമ്മൾ ഫ്യൂച്ചറിലെ കാര്യമാണ് നമ്മൾ പറയണേ. യെസ്, ഫ്യൂച്ചറിലെ കാര്യമാണ് നമ്മൾ പറയണത്. ഫ്യൂച്ചറിൽ കോണ്ടിന്യൂസ് ആയി നടക്കാൻ സാധ്യതയുള്ള കാര്യം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? ഫ്യൂച്ചർ കോണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? ഫ്യൂച്ചർ കോണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കിക്കോളൂ. ഐദർ ഓഫ് ദി 4 സിസ്റ്റർ. നമുക്കറിയാം ഐദർ അല്ലെങ്കിൽ നെയ്തർ നമ്മൾ 2 in നമ്പർ ഉള്ളപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. മോർ ദാൻ 2 in നമ്പർ ആണെങ്കിൽ വി യൂസ് എനി നൺ അല്ലേ? അപ്പോൾ ഇവിടെ ഐദർ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. 4 പേരിൽ ആരോ ഒരാൾ. സോ ഇവിടെ ഐദർ അല്ല വേണ്ടത്, നമ്മളിവിടെ എനി ആണ് യൂസ് ചെയ്യുന്നത്. എനി ഓഫ് ദി 4 സിസ്റ്റർ. നമുക്കറിയാം 4 എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സോ സിസ്റ്റർ അല്ല, സിസ്റ്റേഴ്സ്. വിൽ ട്രാവൽ അല്ല, വിൽ ബി ട്രാവലിംഗ് ടു ഡൽഹി നെക്സ്റ്റ് വീക്ക് അറ്റ് ദിസ് മൊമെന്റ്. മനസ്സിലായല്ലോ? യെസ്. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ തരുമ്പം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ടെൻസസും മാത്രം ക്ലബ് ചെയ്ത് ചിലപ്പോൾ നൗണും പ്രൊനൗണിലും അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അഡ്വർബിലൊക്കെ നിങ്ങൾക്ക് എറർ ഉണ്ടാവും. നമ്മുടെ ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ടെൻസസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്. അപ്പം ഇത് രണ്ടിനെയും ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എക്സാമിനേഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. സോ അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരു സെപ്പറേറ്റ് സെഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. The actress along with her new movie crew will come for this inauguration at 5 o'clock in the evening. അപ്പോൾ വൈകുന്നേരം 5 മണിയാവുമ്പം ആക്ട്രസും അവരുടെ കൂടെ അവരുടെ പുതിയ മൂവിയുടെ ക്രൂ അല്ലേ, അവരുടെ പുതിയ മൂവിയുടെ ഉള്ള കുറേ ആൾക്കാരെയാണ് നമ്മൾ ക്രൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രൂ വിൽ കം ഫോർ ദിസ്, ഈ ഒരു ഇനോഗ്രേഷന് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവർ വരും എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫ്യൂച്ചർ ആക്ഷനെ കുറിച്ചാണ്. വിൽ കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂച്ചർ ആക്ഷൻ ആണ്. നമുക്കറിയാം ഫ്യൂച്ചർ ആക്ഷനിൽ നമ്മൾ 3 ടെൻസ് ജനറലി യൂസ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും, അതും അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണത്? ഫ്യൂച്ചർ ആക്ഷൻ ഇൻ എ സ്പെസിഫൈഡ് ടൈം ആണെങ്കിൽ, ഒരു ഫ്യൂച്ചർ ആക്ഷൻ ഒരു സ്പെസിഫൈഡ് ടൈം തന്നിട്ടുണ്ട്, ആ സമയത്താണ് നടക്കാൻ പോണേന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യും. ഫ്യൂച്ചർ ആക്ഷൻ അതേപോലെ അതൊരു എന്താ പറയുക, ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണ് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. നമുക്കങ്ങനെ ടൈമിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ലാത്ത സമയത്താണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യണത്. ഇവിടെ എന്താണ്, ഇവിടെ ഒരു എക്സാക്റ്റ് ആയ ഒരു ടൈമാണ് അറ്റ് 5 o'clock ഈവനിങ്, ടുഡേ ഈവനിങ് എന്നോ 5 o'clock 5 o'clock ടുഡേ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് 5 o'clock. ഇന്ന് 5 മണിക്ക് അവർ വരും എന്നുള്ളത് ഒരു എക്സാക്റ്റ് ആയ ഒരു സ്പെസിഫൈഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയ ഒരു ടൈമാണ്. സോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വിൽ കം അല്ല വരിക, നമുക്ക് വില്ല് വേണ്ട, സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യണം. ഇവിടെ നോക്കിക്കോളൂ, ദ ആക്ട്രസ് അലോങ് വിത്ത് ഹെർ ന്യൂ മൂവി ക്രൂ ആണ്. നമുക്കറിയാം ഒരു സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ അലോങ് വിത്ത് അല്ലെങ്കിൽ ടുഗദർ വിത്ത് ഓർ നോ ലെസ് ദാൻ
അങ്ങനത്തെ ഉള്ള കുറച്ച് ഫ്രേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ഫ്രേസസും പിന്നെ സബ്ജക്റ്റ് ടൂവും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെർബ് ആയാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ എന്തിനനുസരിച്ചിട്ടായിരിക്കും, നമ്മുടെ സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ. യെസ്, ഇവിടെ ഞാൻ വേറൊരു കൊടുക്കാം. ഇൻ ദെയർ ന്യൂ കാർ, ഇൻ ദെയർ ന്യൂ കാർ, ന്യൂ കാർ വേണ്ട, ഓക്കെ, ഇൻ ദെയർ ന്യൂ കാർ, അവരുടെ പുതിയ കാറിൽ ആക്ട്രസും, അല്ലെങ്കിൽ അത് വേണ്ട, ആ പാർട്ട് നമുക്ക് വേണ്ട തൽക്കാലം. യെസ്, അപ്പോൾ വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും, സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടായിരിക്കും. സോ നമ്മുടെ ആക്ട്രസ് ആണ് സബ്ജക്റ്റ് വണ്ണ്. സോ കംസ്. The actress along with her new movie crew comes for this inauguration at 5 o'clock today. മനസ്സിലായല്ലോ? Yes. The teachers as well as the principal always are taking part in the always are taking part in the taking part in the യൂഷ്വൽ, ഓൾവേസ് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, യൂഷ്വലി കൊടുക്കാം. യൂഷ്വലി ആർ ടേക്കിംഗ് പാർട്ട് ഇൻ ദി പ്രെയർ സെഷൻ. പ്രെയർ സെഷനിൽ ടീച്ചേഴ്സും അതേപോലെ ആസ് വെൽ ആസ് പ്രിൻസിപ്പളും എന്ത് ചെയ്യാറുണ്ട്, അവരതിൽ പങ്കെടുക്കാറുണ്ട്. പ്രെയർ സെഷനിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പങ്കെടുക്കാറുണ്ട്. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുക, അതിൽ ഇൻവോൾവ് ആവുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, യൂഷ്വലി, ജനറലി, അല്ലെങ്കിൽ ഓൾവേസ്, അല്ലെങ്കിൽ ഓഫൺ, അല്ലെങ്കിൽ സെൽഡം, ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ നമുക്കറിയാം. ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ ആഡ്വർബിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആഡ്വർബ് എന്നുള്ള ചാപ്റ്ററിൽ ആഡ്വർബിനെ ബേസ് ചെയ്ത് നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും ജനറൽ ആയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ ഹോൾ ചാപ്റ്റർ നമ്മളൊരു 5-6 വീഡിയോസൊക്കെ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെൻസസും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് പോലെ തന്നെ ഗ്രാമർ ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആഡ്വർബ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ സെഷൻ പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ആഡ്വർബിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പ്ലേലിസ്റ്റിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പറിന് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതേപോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട്. റീസണിങ്ങിന് പ്രത്യേകം നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേർഡ് ഓഫ് ദ ഡേക്ക് നമ്മൾ പ്രത്യേകം പ്ലേലിസ്റ്റ്, അങ്ങനെ ഓരോരോ ടൈപ്പ് വീഡിയോസിനും നമ്മൾ പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക് അല്ല. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് പ്ലേലിസ്റ്റിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, നോ, ലെസ് ദാൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 ഉണ്ടെങ്കിൽ വെർബ് ആയാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും, അത് നമ്മുടെ സബ്ജക്റ്റ് 1-നുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, യൂഷ്വലി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ നമുക്ക് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു റെഗുലർ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ ഏതൊക്കെ വേർഡ്സ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഒക്കേഷണലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി, ജനറലി, യൂഷ്വലി, ഓഫൺ, സെൽഡം, നെവർ, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെയാണ് നമ്മൾ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ വേർഡ്സൊക്കെയാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ ഒരു റെഗുലർ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ്. അപ്പോൾ ഇതൊരു റെഗുലർ ആയ ആക്ഷൻ ആണ്. സോ റെഗുലർ ആയ ആക്ടിവിറ്റി അത് ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അവർ കോണ്ടിന്യൂസ് ടെൻസിലാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ആർ ടേക്കിംഗ് അല്ല,
ടേക്ക് ആണ്. ഇനി ടേക്ക് ആണോ ടേക്സ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? നമ്മുടെ സബ്ജക്റ്റ് വണ്ണിനനുസരിച്ചിട്ടാണ്, ടീച്ചേഴ്സ് ആണ്. സോ ഇവിടെ ടേക്സ് അല്ല, സോറി ടേക്ക് ആണ്. അത് പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ പ്ലൂറൽ വെർബാണ്. സോ ടേക്ക് പാർട്ട് ഇൻ ദി പ്രയർ സെഷൻ. മനസ്സിലായല്ലോ? യെസ്. Either Sheena or Asha, either Sheena or Asha will attend their teachers birthday party next week. Teacher's birthday party next week. Okay, നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ പാർട്ടി. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെന്താണ്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്, ഫ്യൂച്ചർ ആക്ഷനാണ്. അപ്പോൾ ഒരു ആക്ഷൻ ഫ്യൂച്ചറിലായി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്ത്, അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഒരു സ്പെസിഫൈഡ് ആയ ടൈം ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ്, ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, ടുഡേ, അല്ലെങ്കിൽ എന്താ പറയുക, ടുഡേ അല്ല, ടുനൈറ്റ്, ടുമോറോ, കമ്മിങ് മൺഡേ, അല്ലെങ്കിൽ കമ്മിങ് വീക്ക്, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിനെ കാണിക്കുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം വേർഡ്സിൻ്റെ കൂടെ നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ വിൽ അറ്റൻഡ് അല്ല, കോണ്ടിന്യൂസ് ടെൻസ് ആണ് വരേണ്ടത്, കോണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. either ഷീന ഓർ ആശ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. either ഷീന ഓർ ആശ, നമുക്ക് ആശ എന്നുള്ളത് മാറ്റിയിട്ട് ഓർ ഹെർ സിസ്റ്റേഴ്സ് എന്ന് കൊടുക്കാം, ഓർ ഹെർ സിസ്റ്റേഴ്സ് എന്ന് കൊടുക്കാം. either ഷീന ഓർ ഹെർ സിസ്റ്റേഴ്സ് വിൽ അറ്റൻഡ് ദെയർ will attend their teacher's birthday party next week. അതായത് either അല്ലെങ്കിൽ neither അല്ലെങ്കിൽ not only, പിന്നെ സബ്ജക്റ്റ് വൺ, അതേപോലെ ഓർ അല്ലെങ്കിൽ നോർ അല്ലെങ്കിൽ ബട്ട് ഓൾസോ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെർബ് ആയാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും, നമ്മുടെ സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ടു ഹെർ സിസ്റ്റേഴ്സ് ആണ്. either ഷീന ഓർ ഹെർ സിസ്റ്റേഴ്സ് വിൽ അറ്റൻഡ് ദെയർ ടീച്ചേഴ്സ് ബർത്ത്ഡേ പാർട്ടി നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്കും തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് അറ്റൻഡിങ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ അറ്റൻഡിങ് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഹെർ സിസ്റ്റേഴ്സ് ആണ് നമ്മുടെ സബ്ജക്റ്റ് ടു. സോ ഇവിടെ ഈസ് അറ്റൻഡിങ് അല്ല, ആർ അറ്റൻഡിങ് ആണ്, ആർ അറ്റൻഡിങ് ആണ്. നമ്മൾ പറഞ്ഞു വെർബ് ആയാലും പ്രൊനൗൺ ആയാലും സബ്ജക്റ്റ് ടൂവിനനുസരിച്ചിട്ടായിരിക്കും. ദെയർ എന്ന് വരുന്നു, ഹെർ സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് എന്നുള്ളത് പ്ലൂറൽ ആണ്. സോ ദെയർ എന്നുള്ള ഈ യൂസേജ് കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. I saw my teacher and my principal എന്ത് പറയാം, waiting for a cab lately or just now, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ലേറ്റ്ലി അല്ലെങ്കിൽ ജസ്റ്റ് നൗ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ,
I saw my teacher and my principal waiting for വേണ്ട, അത് വേണ്ട, വേറൊരു സെൻറ്റൻസ് എഴുതാം. My teacher and my principal waits at the bus stop. I saw them just now. Okay. My teacher and my principal waits at bus stop. ബസ് സ്റ്റോപ്പിൽ എൻ്റെ ടീച്ചറും പ്രിൻസിപ്പലും വെയിറ്റ് ചെയ്യുവാണ്. നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സമയം കോണ്ടിന്യൂസ് ആയി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പൊസസീവ് പ്രൊനൗൺ ഒരു സബ്ജക്റ്റ്, പൊസസീവ് പ്രൊനൗൺ വേറൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവർ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ. സോ ഇവിടെ വെയിറ്റ്സ് അല്ല, ആർ വെയിറ്റിംഗ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ആർ വെയിറ്റിംഗ് അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ഐ സോ ദം ജസ്റ്റ് നൗ. നമുക്കറിയാം എന്തെങ്കിലും ഒരു ആക്ഷൻ ഇപ്പോൾ ജസ്റ്റ് മുമ്പ് കഴിഞ്ഞതേ ഉള്ളെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ ഹാവ് സീൻ ദം ജസ്റ്റ് നൗ. മനസ്സിലായല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പം more than one students participates in the school meet, in the inter-school fest. Okay. നോക്കിക്കോളൂ. അപ്പോൾ ഇന്റർ സ്കൂൾ ഫെസ്റ്റിൽ ഒന്നിലധികം സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ്, നമുക്കറിയാം ഇന്റർ സ്കൂൾ ഫെസ്റ്റ് ഇപ്പോൾ അടുത്ത് നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഈ ഇന്റർ സ്കൂൾ ഫെസ്റ്റ് അല്ലെങ്കിൽ കോളേജ് മീറ്റിംഗ് എന്ത് സംഭവങ്ങളാണ്. അപ്പോൾ റീസെൻ്റായി നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസന്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യണത്. സോ പാർട്ടിസിപ്പേറ്റ് അല്ല, ഒന്നെങ്കിൽ ഇസ് അല്ലെങ്കിൽ ആർ പാർട്ടിസിപ്പേറ്റിംഗ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മോർ ദാൻ വണ്ണിന് ശേഷം നൗൺ വരുമ്പോൾ സിംഗുലർ ആയിരിക്കും. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വൺ ആണ്. സോ അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആണ്, സോ വെർബും സിംഗുലർ ആണ്, അതുകൊണ്ട് അതിൻ്റെ പ്രൊനൗണും സിംഗുലർ ആയി. സോ മോർ ദാൻ വൺ സ്റ്റുഡൻറ്റ് ഈസ് participating in the inter-school fest. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Her sisters along with her brother watched the TV while she
she slept. While she slept. Okay. അപ്പം her sisters along with her brother watched the TV while she slept yesterday or whatever it may be. Okay. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അതായത് രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടക്കുവാണ്. അത് പാരലൽ ആയ ആക്ഷൻ ആണെങ്കിൽ വൈൽ എന്നുള്ളൊരു വേർഡ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം രണ്ട് ആക്ഷൻസ് നടന്നു, അത് പാരലൽ ആയിട്ടാണ് നടന്നത്. അപ്പോൾ രണ്ട് ആക്ഷൻസ് അങ്ങനെ പാരലൽ ആയി നടക്കുവാണെങ്കിൽ നമ്മൾ അവിടെ കോണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ സംഭവം പാസ്റ്റിലാണ്. സോ പാസ്റ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏത് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ നോക്കിക്കോളൂ, ഹെർ സിസ്റ്റർ അലോങ് വിത്ത് ഹെർ ബ്രദർസ്. സിസ്റ്റേഴ്സ് അലോങ് വിത്ത് ഹെർ ബ്രദർ വാച്ചിങ് ആണ് വരേണ്ടത്. വാസ് വാച്ചിങ് ആണോ വേർ വാച്ചിങ് ആണോ വരേണ്ടത്? നോക്കിക്കോളൂ. സബ്ജക്റ്റ് 1 ഉണ്ട്, അലോങ് വിത്ത് സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് 1 യൂസ് ചെയ്യണേ. വേർ വാച്ചിങ് TV while she was sleeping. ഉറങ്ങുക എന്നുള്ളത് ഒരു കോണ്ടിന്യൂസ് ആയ ആക്ഷൻ ആണ്. TV കാണുക എന്നുള്ളതും കോണ്ടിന്യൂസ് ആയ ഒരു ആക്ഷൻ. ഇത്തരം ആക്ഷൻസ് ഒക്കെ കോണ്ടിന്യൂസ് ആണ്. പാസ്റ്റിൽ രണ്ട് ഇവൻറ്റ്സ് പാരലൽ ആയി നടക്കുവാണെങ്കിൽ നമ്മൾ രണ്ട് ഇവൻറ്റ്സിൻ്റെ കൂടെയും ഏത് ടെൻസ് യൂസ് ചെയ്യും? പാസ്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? യെസ്. പിന്നെ if either her parents or her parents വേണ്ട, ഇവിടെ her brother എന്ന് കൊടുക്കാം. brother or her parents will go, either her parents or her brother will go to the hospital and will pay the whole amount the doctors will treat her. Yes. Okay. If either her brother or her parents will go to the hospital and will pay the whole amount, the doctors will treat her. അതായത് ഒന്നെങ്കിൽ അവളുടെ പാരൻസ് അല്ലെങ്കിൽ അവളുടെ ബ്രദർ എങ്ങോട്ട് പോകണം? ഹോസ്പിറ്റലിൽ പോയി ഫുൾ എമൗണ്ട് പേ ചെയ്താൽ അവളെ ട്രീറ്റ് ചെയ്യും. ഡോക്ടേഴ്സ് അവളെ ട്രീറ്റ് ചെയ്യും എന്നാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? രണ്ട് ആക്ഷൻസ് ഫ്യൂച്ചറിൽ നടക്കാൻ പോവാണ്. ഒന്ന് കണ്ടീഷണൽ ആണെങ്കിൽ, ഫ്യൂച്ചറിൽ ഒന്ന് കണ്ടീഷണൽ പാർട്ടാണ്, മറ്റേത് ആക്ഷൻ പാർട്ടാണെങ്കിൽ ആക്ഷൻ പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പറയും അല്ലേ? ആക്ഷൻ പാർട്ട് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പറയും. അതേപോലെ നമ്മുടെ കണ്ടീഷണൽ പാർട്ട് നമ്മൾ ഏത് ടെൻസിൽ പറയും? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുക. സോ ഐദർ ഹെർ ബ്രദർ ഓർ ഹെർ പാരൻസ് വിൽ ഗോ അല്ല, ഗോ ആണ്. നമുക്കറിയാം ഐദർ സബ്ജക്റ്റ് 1 ഓർ സബ്ജക്റ്റ് 2 ആണെങ്കിൽ വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കും? സബ്ജക്റ്റ് 2-നുസരിച്ചിട്ടായിരിക്കും. സോ ഐദർ ഹെർ ബ്രദർ ഓർ ഹെർ പാരൻസ് ഗോ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് പേ ദി ഹോൾ എമൗണ്ട്, ദി ഡോക്ടേഴ്സ് വിൽ ട്രീറ്റ് ഹർ. മനസ്സിലായല്ലോ? യെസ്. Next, unless you and your father will request he will never pay attention to your case.
ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം കാറ്റഗറിയിലുള്ളതാണ്. രണ്ട് ആക്ഷൻ ഫ്യൂച്ചറിൽ നടക്കേണ്ട ആക്ഷൻസ് ആണ്. അതേപോലെ ഒന്ന് കണ്ടീഷണൽ ആണ്, ഒന്ന് ആക്ഷൻ പാർട്ടാണ്. അൺലെസ് എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടീഷണൽ പാർട്ടാണ്. അൺലെസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ പാർട്ടാണ്. നമുക്കറിയാം നമ്മുടെ കണ്ടീഷണൽ പാർട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം. ആക്ഷൻ പാർട്ട് എന്തിലായിരിക്കണം? ഫ്യൂച്ചർ ടെൻസിലായിരിക്കണം. ഇവിടെ ഹി വിൽ നെവർ പേ എന്നുള്ളത് ഫ്യൂച്ചർ ടെൻസിലാണ്. ഇവിടെ വില്ല് വേണ്ട, ഇവിടെ റിക്വസ്റ്റ് ആണ് വേണ്ടത്. സിംഗുലർ ആണോ വേണ്ടത്, പ്ലൂറൽ ആണോ വേണ്ടത്? സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2 അല്ലേ? സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2 എന്ന് പറയുമ്പം എന്താണ്? നമ്മളതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലൂറൽ ആയിട്ടാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്, നമ്മളതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ റിക്വസ്റ്റ് ആണ്. ഇവിടെ ആൻഡിന് പകരം ഒരുപക്ഷെ ഓർ ആയിരുന്നെങ്കിൽ, നമ്മൾ ഇവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അതിനെ സിംഗുലർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഇവിടെ റിക്വസ്റ്റ് എന്ന് വരും. അൺലെസ് യു ഓർ യുവർ ഫാദർ റിക്വസ്റ്റ്, ഹി വിൽ നെവർ പേ അറ്റൻഷൻ ടു യുവർ കേസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഓർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിംഗിൾ എൻറ്റിറ്റി, ആരെങ്കിലും ഒരാളാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. സോ അത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വെർബ് സിംഗുലർ ആയിരിക്കും. സോ അവിടെ എന്താണ് വരേണ്ടത്? റിക്വസ്റ്റ്സ് എന്ന് വരും. യെസ്. The teacher and mother, the teacher and mother the teacher and mother are going to gym twice a month. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം ടീച്ചർ ആൻഡ് മദർ എന്ത് ചെയ്യുവാണ്? ജിമ്മിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ട്വൈസ് എ മന്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റെഗുലർ ആക്ടിവിറ്റി ആണ്. അതൊരു റെഗുലർ ആക്ടിവിറ്റി ആണ്. ഒരു ആക്ഷൻ ഹാബിച്വൽ ആവുകയോ അല്ലെങ്കിൽ റെഗുലർ ആവുകയോ ചെയ്താൽ നമ്മൾ അവിടെ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുക? നമ്മളവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർ ഗോയിങ് അല്ല, ഗോ എന്നാണ് വരേണ്ടത്. ഇനി ഗോ അല്ലെങ്കിൽ ഗോസ് ആണ് വരേണ്ടത്. ഇനി ഗോ ആണോ ഗോസ് ആണോ നോക്കിക്കോളൂ. ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ ഇതിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അല്ലേ? ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് സബ്ജക്റ്റ് 2 ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഗോസ്, ദ ടീച്ചർ ആൻഡ് മദർ ഗോസ് ടു ജിം ട്വൈസ് എ വീക്ക്. ഒരു പക്ഷേ ദ ടീച്ചർ ആൻഡ് ദ മദർ ആയിരുന്നെങ്കിൽ, ഇവിടെ ഗോസ് അല്ല, ഗോ വരും. കാരണം ആർട്ടിക്കിൾ സബ്ജക്റ്റ് 1 ആൻഡ് ആർട്ടിക്കിൾ സബ്ജക്റ്റ് 2 ആണെങ്കിൽ ആ കേസിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്തായി? പ്ലൂറലായി. സോ വെർബും പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായല്ലോ? യെസ്. My friend and brother always troubles me during examinations. എക്സാമിനേഷൻ്റെ സമയത്ത് എന്നെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ട്രബിൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾവേസ് എന്നുള്ള വേർഡ് വന്നാൽ നമുക്കറിയാം അത് ഹാബിച്വൽ ആക്ഷനാണ്. നമ്മൾ ഈ ഹാബിച്വൽ ആക്ഷൻ്റെ കാര്യം പറയുമ്പം നമ്മൾ അവിടെ നോട്ട് ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് എന്താണ്? അത് ഏത് ടെൻസാണ് അല്ലേ? ഡ്യൂറിങ് എക്സാമിനേഷൻ ഏർലിയർ എന്ന് കൊടുക്കാം. ഓക്കെ. ഒന്ന് അത് ഏത് ടെൻസാണ്? നേരത്തെ ആണോ, അതായത് പാസ്റ്റിലാണോ അല്ലെങ്കിൽ ഇപ്പോഴാണോ? രണ്ടാമത്തെ കാര്യം എന്താണ്? അതൊരു സിംപ്ലി ഒരു ഹാബിച്വൽ ആക്ഷൻ ആണോ, അതോ ഒരു ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ ആണോ? ഈ 2 കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. ഏർലിയർ എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഈ ആക്ഷൻ പാസ്റ്റ് ആണ്. എക്സാമിനേഷൻ്റെ സമയത്ത് ഒരാളെ ട്രബിൾ ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. സോ നമ്മൾ അവിടെ എന്താണ്? കമ്പൽസീവ് ഹാബിച്വൽ ആക്ഷൻ ആണ്, പാസ്റ്റ് ആണ്. നമ്മൾ വാസ് ട്രബിളിങ് അല്ലെങ്കിൽ വേർ ട്രബിളിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാസ് ട്രബിളിങ് അല്ലെങ്കിൽ വേർ ട്രബിളിങ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ പൊസസീവ് പ്രൊനൗൺ
സബ്ജക്റ്റ് ആൻഡ് എന്താ പറയുക, നമ്മുടെ വേറൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ഈസ് ട്രബിളിംഗ് ആണ്. ഇവിടെ വേറെ എന്തെങ്കിലും മൈ ഫ്രണ്ട് ആൻഡ് ഹിസ് ബ്രദർ എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. മൈ ഫ്രണ്ട് ആൻഡ് ഹിസ് ബ്രദർ ഓൾവേസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യും? ആർ ട്രബിളിങ് യൂസ് ചെയ്യും. മൈ ഫ്രണ്ട് ആൻഡ് ഹിസ് ബ്രദർ ഓൾവേസ് ആർ ട്രബിളിങ് മീ ഡ്യൂറിങ് എക്സാമിനേഷൻ എർലിയർ. കാരണം പൊസസീവ് പ്രൊനൗൺ സബ്ജക്റ്റ് ആൻഡ് പൊസസീവ് പ്രൊനൗൺ സബ്ജക്റ്റ് എന്ന് തരുമ്പോൾ നമ്മൾ അതിനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതെന്തായി? പ്ലൂറലായി. യെസ്. She with her parents went to her hometown before. Yes. Okay. അപ്പോൾ ഇവിടെ നോക്കോളൂ, സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ അത് നമുക്കൊരു എക്സാക്റ്റ് ആയ ഒരു സമയമല്ലേ, ഒരു ആക്ഷൻ പാസ്റ്റ് ബിഫോർ എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ആക്ഷൻ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്, നമുക്കതിൻ്റെ ടൈമിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ദർ വി ഓൾവേസ് യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വെൻറ്റ് അല്ല, ഒന്നെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഗോൺ ആണ് വരേണ്ടത്. ഇനി ഹാവ് ആണോ ഹാസ് ആണോ, സബ്ജക്റ്റ് 1 വിത്ത് സബ്ജക്റ്റ് 2 ആണെങ്കിൽ സബ്ജക്റ്റ് 1-അനുസരിച്ചിട്ടാണ് വെർബ് ആയാലും പ്രൊനൗൺ ആയാലും. സോ ഹാസ് ഗോൺ ടു ഹെർ പ്രൊനൗൺ, ഹെർ എന്നുള്ള പ്രൊനൗണിൻ്റെ യൂസേജ് കറക്റ്റാണ്. ഷീ വിത്ത് ഹെർ പാരൻസ് ഹാസ് ഗോൺ ടു ഹെർ ഹോം ടൗൺ ബിഫോർ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. പിന്നെ this is the first time teachers with their students, teacher with her class students took part together in all the events or games. Events or games or എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. This is the first time teacher with her class students took part together in all the events or games. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം എന്ത് ടീച്ചർ അവരുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ എല്ലാ ഇവൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇതാണ് ആദ്യത്തെ പ്രാവശ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു റൂള്, ദിസ് ദാറ്റ് അല്ലെങ്കിൽ ഇറ്റ്, അതിനുശേഷം ഓർഡിനൽ നമ്പർ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നാൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യണേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് യൂസ് ചെയ്യണേ. നമുക്കിവിടെ തന്നത് ടുക്ക് പാർട്ട് എന്നാണ്. സോ ടുക്ക് പാർട്ട് അല്ല, ടേക്കൺ പാർട്ട് എന്നാണ് വരേണ്ടത്. ടേക്ക് പാർട്ട് എന്നാണ് വരേണ്ടത്. നമുക്കറിയാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് വരേണ്ടത്. വിത്ത് സബ്ജക്റ്റ് 1 വിത്ത് എന്താണ് സബ്ജക്റ്റ് 2 വരുമ്പം സബ്ജക്റ്റ് 1-അനുസരിച്ചിട്ടാണ് ഹാസ് ടേക്കൺ പാർട്ട്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം teacher with her class students has taken part together in all the events or games. മനസ്സിലായല്ലോ? യെസ്, സിമ്പിളാണ്. നമ്മുടെ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. ചില സമയത്ത് സെൻറ്റൻസിൻ്റെ ഓർഡറൊക്കെ അവർ മാറ്റിത്തരും. ഓർഡർ മാറ്റിത്തരുമ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് യെസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ സെൻറ്റൻസിനെ നമുക്ക് പല പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുക. പല പാർട്സ് മീനിങ് ഫുൾ പാർട്സായി ഡിവൈഡ് ചെയ്ത് സെൻറ്റൻസിനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കറക്റ്റ് ഓർഡർ കിട്ടും. എറർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്.
he has gone to Canada with his ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഓർഡർ തെറ്റിച്ച് തരാം. ഹാസ് ഗോൺ ടു കാനഡ ഹി വിത്ത് ഹിസ് അല്ലെങ്കിൽ വേണ്ട, ഹി വിത്ത് ഹിസ് വേണ്ട. not only he but also his friends day before yesterday has gone to Canada. Not only he but also his friends day before yesterday. അപ്പോൾ ഈ സെൻറ്റൻസ് കുറച്ച് ഓർഡർ തെറ്റിച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓർഡർ തെറ്റിച്ചുള്ള സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ മീനിങ് ഫുൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹാസ് ഗോൺ ടു കാനഡ ഇതാണ് നമ്മുടെ ഒരു പാർട്ട്. നോട്ട് ഓൺലി ഹി ബട്ട് ഓൾസോ ഹിസ് ഫ്രണ്ട്സ് ആണ് രണ്ടാമത്തെ പാർട്ട്. ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നുള്ളത് ടൈമിനെ കാണിക്കുന്നതാണ്. നേരത്തെ കഴിഞ്ഞു പോയ സമയത്തിനെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. നേരത്തെ കഴിഞ്ഞു പോയ സമയം അതിൻ്റെ ആഡ്വർബ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സെൻറ്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് ടെൻസാണ്. ലാസ്റ്റ് വീക്ക്, യെസ്റ്റർഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ അല്ലേ, ദ പ്രീവിയസ് ഡേ, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. നമുക്ക് തന്നിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? went to Canada. Not only he but also his friends day before yesterday. മനസ്സിലായോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. വെൻറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് വെൻറ്റിന് സിംഗുലർ പ്ലൂരൽ എന്നൊന്നും ഇല്ല. ഒരു പക്ഷേ ഇവിടെ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നുള്ള ആ ഒരു ടൈം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നെങ്കിൽ ഹാസ് വരും അല്ലെങ്കിൽ ഹാവ് വരും. നോട്ട് ഓൺലി സബ്ജക്റ്റ് 1 ബട്ട് ഓൾസോ സബ്ജക്റ്റ് 2 വരുമ്പം സബ്ജക്റ്റ് 2വിനനുസരിച്ചിട്ടാണ് വരേണ്ടത്. സോ ആ സിറ്റുവേഷനിൽ എന്ത് വന്നേനെ? ഹാവ് ഗോൺ എന്ന് വന്നേ. മനസ്സിലായല്ലോ? യെസ്. Saw him never before but feel like saw him before. Okay, I എന്ന് കൊടുക്കുക. I saw him never before but feel like saw him never before I but feel like saw him before അത് മതി. I എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഈ സെൻറ്റൻസ് ഒരു ഓർഡർ തെറ്റിച്ചുള്ള സെൻറ്റൻസ് ആണ്. saw him never before I, ഇതിന് മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല, പക്ഷെ ഇതിന് മുമ്പ് ഞാൻ അവനെ കണ്ടിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണെന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ I saw him never before നെവർ എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എന്താണ് യൂസ് ചെയ്യുക? നെവർ എന്നുള്ളൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. സോ have seen, I have seen him never before but feel like, again before ഒരു എക്സാക്റ്റ് ആയ ഒരു ടൈം നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യും? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. feel like have seen him before I. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് നിങ്ങൾക്ക് തന്നാലും
നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണം. ഓർഡർ തെറ്റിച്ചാൽ മീനിങ് ഫുൾ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് സെൻറ്റൻസ് റീ അറേഞ്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. യെസ്, നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. I with my friends left the place before they came there. I with my friends left the place before they came there. അവരങ്ങോട്ട് വന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ സ്ഥലം വിട്ടു പോയി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 2 പാസ്റ്റ് ആക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 പാസ്റ്റ് ആക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കഴിഞ്ഞ ആക്ഷൻ്റെ കൂടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. രണ്ടാമത് കഴിഞ്ഞ ആക്ഷൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. അപ്പോൾ രണ്ടാമത് കഴിഞ്ഞ ആക്ഷൻ ദേ കേം ദെയർ ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസേജ് കറക്റ്റ് ആണ്. ഐ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, നമ്മൾ ഐ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം വെർബായാലും പ്രൊനൗൺ ആയാലും ആർക്കനുസരിച്ചിട്ടായിരിക്കണം? ഐനനുസരിച്ചിട്ടായിരിക്കണം. ഇവിടെ എനിവേസ് നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ് ആണ്. സോ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മുടെ സബ്ജക്റ്റ് 1ഉം സബ്ജക്റ്റ് 2ഉം എന്ത് തന്നെ ആയാലും അവിടെ ഹാഡ് ആണ് വരേണ്ടത്. ഐ വിത്ത് മൈ ഫ്രണ്ട്സ് ഹാഡ് ലെഫ്റ്റ് ദ പ്ലേസ് ബിഫോർ ദേ കെയിം. മനസ്സിലായല്ലോ? യെസ്. Okay. It is high time neither of high time neither വേണ്ട any of you two. It is high time any of you two should pay the bill. Should pay the bill. നോക്കിക്കോളൂ, നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് ഹൈ ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ടൈം അല്ലെങ്കിൽ എന്താ പറയുക ഇറ്റ് ഈസ് ടൈം, ഇങ്ങനത്തെ ഫ്രേസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. സോ ഷുഡ് പേ അല്ല വരിക, പെയ്ഡ് ആണ്. എനി ഓഫ് യു ടു പെയ്ഡ് ദ ബിൽ. പിന്നെ എനി എന്ന് പറയുന്നത് നമ്മൾ മോർ ദാൻ 2 ഇൻ നമ്പർ വരുമ്പോഴാണ് യൂസ് ചെയ്യണത്. ഇവിടെ 2 ഇൻ നമ്പർ ആണ്. സോ അഗെയിൻ ഇവിടെ എനി അല്ല, ഇവിടെ എന്താണ്? either of you two paid the bill. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ്, here are coming are വേണ്ട, here is coming my children together with their grandma. Okay. Here is coming my children together with their grandma. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഹിയർ അല്ലെങ്കിൽ ദെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യണം, അതാ അവർ വരുന്നു അല്ല അതാ ഇവർ വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേഷനോട് കൂടി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈസ് കമ്മിങ് അല്ല, ഒന്നെങ്കിൽ കം ആയിരിക്കും അല്ലെങ്കിൽ കംസ് ആയിരിക്കും. കമ്മാണോ കംസ് ആണോ നോക്കിക്കോളൂ. സബ്ജക്റ്റ് 1 ടുഗദർ വിത്ത് സബ്ജക്റ്റ് 2 ആവുമ്പോൾ സബ്ജക്റ്റ് 1 അനുസരിച്ചിട്ടാണ്. ഗ്രാൻഡ്മ സിംഗുലർ ആണ്, പക്ഷെ മൈ ചിൽഡ്രൻ പ്ലൂറൽ ആണ്. സോ ഹിയർ കം മൈ ചിൽഡ്രൻ ടുഗദർ വിത്ത് ദെയർ ഗ്രാൻഡ്മ. മനസ്സിലായല്ലോ? നേരെ തിരിച്ച് ഹിയർ കം ഗ്രാൻഡ്മ ടുഗദർ വിത്ത് ദെയർ ഗ്രാൻഡ്മ ടുഗദർ വിത്ത് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും? ഹിയർ കംസ് എന്ന് വരും. നോക്കിക്കോളൂ,
Here comes my grandma together with here comes their grandma together with her grandkids എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് 1 ടുഗദർ വിത്ത് സബ്ജക്റ്റ് 2 ആവുമ്പോൾ സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടാണ് വെർബ് വരേണ്ടത്. ഈ കം എന്ന് പറയുന്ന വെർബിൻ്റെ സബ്ജക്റ്റ് ഇതാണ് കേട്ടോ. ഈ കം എന്ന് പറയുന്ന വെർബിൻ്റെ സബ്ജക്റ്റ് മൈ ചിൽഡ്രൻ ടുഗദർ വിത്ത് ദർ ഗ്രാൻഡ്മ എന്നുള്ളതാണ് സബ്ജക്റ്റ്. മനസ്സിലായല്ലോ? സോ ഈ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ഇവിടെ വരേണ്ടത്, വെർബ് വരേണ്ടത്. ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈ വെർബും സിംഗുലർ ആയിരിക്കും. ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഈ വെർബും പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ഏത് ടെൻസ് ആണ് വരേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. Okay. Either she or her friends will come to meet you by this time. Yes. Didn't she come? വേണ്ട, അത് വേണ്ട. ഓക്കെ. By this time അല്ലെങ്കിൽ ബൈ സൺഡേ എന്ന് കൊടുക്കാം. ബൈ സൺഡേ. ഓക്കെ. അപ്പോൾ എന്താണ്? either she or her friends will come to meet you by Sunday. സൺഡേ ആവുമ്പോഴേക്കും ഒന്നെങ്കിൽ അവൾ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് നിങ്ങളെ വന്ന് കണ്ടിട്ടുണ്ടാവണം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ ഒരു സമയത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിൽ പറഞ്ഞ ഒരു സമയത്തിന് മുമ്പ് ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? ഫ്യൂച്ചർ. എപ്പോഴും കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ കൂടെ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? കാര്യം കഴിഞ്ഞു പോയി, നമുക്ക് ടൈം അറിയാൻ പാടില്ല, പക്ഷേ ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് ഉണ്ടെന്ന് പറയുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞെങ്കിൽ നമ്മളവിടെ ഒരു ഇവൻറ്റിന് മുമ്പ് അല്ലെങ്കിൽ ഒരു സമയത്തിന് മുമ്പ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ ഒരു പറഞ്ഞ സമയത്തിന് മുമ്പ് വന്ന് കണ്ടിട്ടുണ്ടാവണം എന്നൊക്കെ, ആ ഒരു സമയത്തിന് മുമ്പ് ഈ ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിൽ ഹാവ് കം. either she or her friends will have come to meet you by this Sunday. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. How long are she with her friends waiting for me? Yes. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഹൗ ലോങ് ഓൾ ദിസ് വീക്ക്, ഓൾ ദിസ് ഡേ, അല്ലേ? ഇങ്ങനത്തെ അല്ലെങ്കിൽ ഓൾ ദിസ് മന്ത്, ഇങ്ങനത്തെ വേർഡ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ആണ് വരേണ്ടത്, ആറല്ല വരേണ്ടത്. ഒന്നെങ്കിൽ ഹാസ് ബീൻ വരും അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. സബ്ജക്റ്റ് 1 വിത്ത് സബ്ജക്റ്റ് 2, സബ്ജക്റ്റ് 1-നനുസരിച്ചിട്ടാണ് ഹാസ് ബീൻ ആണ്. ഹൗ ലോങ് ഹാസ് ബീൻ ഷീ വിത്ത് ഹെർ ഫ്രണ്ട്സ് വെയിറ്റിംഗ് ഫോർ മീ. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾ പറയുമ്പം neither
her friends nor she is staying in this flat since 2021. Neither her friends nor she is staying in this flat since 2021. അപ്പോൾ 2021 തൊട്ട് അവളോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സോ ഈ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്യണില്ല അല്ലേ? അതാണ് നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് സിൻസ് എന്ന് തന്നിട്ടുണ്ട്. സിൻസ് എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ഒരു ടൈം ക്ലോസ് ഉണ്ട്, ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ? ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം, കുറേ വർഷങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറേ മണിക്കൂറുകളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് ടെൻസാണ് യൂസ് ചെയ്യണത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഇസ് അല്ല, ഒന്നെങ്കിൽ ഹാസ് ബീൻ വരും അല്ലെങ്കിൽ ഹാവ് ബീൻ വരും. നെയ്തർ സബ്ജക്റ്റ് 1 നോർ സബ്ജക്റ്റ് 2. സബ്ജക്റ്റ് 2-നനുസരിച്ചിട്ടാണ് വരേണ്ടത്. ഹാസ് ബീൻ സ്റ്റേയിങ്. നെയ്തർ ഹെർ ഫ്രണ്ട്സ് നോർ ഷീ ഹാസ് ബീൻ സ്റ്റേയിങ് ഇൻ ദിസ് ഫ്ലാറ്റ് സിൻസ് 2021. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, മൈ വേണ്ട. The doctor and the surgeon will complete വേണ്ട, will work here for more than 10 years in December 2024. In December 2024. നോക്കിക്കോളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കോണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്, ആ ആക്ഷൻ ഫ്യൂച്ചറിലും ഒരു പീരീഡ് വരെ കോണ്ടിന്യൂ ആവുമ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കും എന്ന് പറയണം. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് കോണ്ടിന്യൂസ് ടെൻസാണ്. ഡോക്ടറും അതേപോലെ സർജിയനും, ഇവിടെ അതായത് 2024 ഡിസംബർ വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷമായിട്ട് അവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഒരു 2024 ഡിസംബർ വരെ എത്തിക്കഴിഞ്ഞാൽ 10 വർഷമായിട്ട് അവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ വിൽ വർക്ക് അല്ല, വിൽ ഹാവ് ബീൻ വർക്കിംഗ് അല്ലേ? വിൽ ഹാവ് ബീൻ വർക്കിംഗ്. യെസ്. The doctor and the surgeon will have been working here for more than 10 years in December 2024. ഇവിടെ നമ്മൾ പറയുമ്പം ഇവിടെ ദ ആർട്ടിക്കിൾ ആൻഡ് ദ ആർട്ടിക്കിൾ അത് സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്, നമ്മളതിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇവിടെ ഈ ദ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും വിൽ ഹാവ് ബീൻ ആണോ വരിക അതോ വിൽ ഹാസ് ബീൻ വരുമോ? നോക്കിക്കോളൂ, വിൽ എന്ന് പറയുന്നത് മോഡൽ വെർബാണ്. മോഡൽ വെർബിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതും പ്ലൂറൽ ഫോമാണ് വരിക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാലും വിൽ ഹാവ് ബീൻ ആണ്, വിൽ ഹാസ് ബീൻ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. ചില സമയത്ത് എക്സാമിനേഷനിൽ അവർ വിൽ ഹാസ് ബീൻ എന്ന് തരും, ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഓക്കെ, will has been, the doctor and surgeon will has been working here for more than 10 years in December 2024 എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണും ആർട്ടിക്കിൾ ഇവിടെ ഒരു സബ്ജക്റ്റ് 1, അതിനുശേഷം ആൻഡ് ആർട്ടിക്കിൾ ഇല്ല, വെറുതെ സബ്ജക്റ്റ് 1 ആണ്. സോ സിംഗുലർ ആണ്. സോ ഹാസ് എന്നുള്ളത് കറക്റ്റാന്ന് വിചാരിക്കും, പക്ഷെ അത് കറക്റ്റ് അല്ല, റോങ് ആണ്. ഇവിടെ ഹാസ് അല്ല, ഹാവ് ആണ് വരേണ്ടത്. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് അല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. വില്ലിന് ശേഷം നമ്മൾ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? യെസ്. യെസ്.